മോഹൻദാസിനെ കുറിച്ച് ഞാൻ പിന്നീടൊന്നും പറയാൻ പോയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു അട്ടി പേപ്പറായിട്ടാണ് തങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ള എന്താ പറയാ ഒരു വ്യക്തിയെ തന്നെ ഇനിയും അത് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ലീഡർഷിപ്പ് ആലോചിക്കുന്നത്. ആലോചിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ലല്ലോ. ഈ പാർട്ടിയെ വളർത്തുകയല്ല തളർത്തുകയാണ് പിണറായിയുടെ ലക്ഷ്യമാണ് എന്നതിൽ തർക്കമില്ല, എനിക്കില്ല. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെ ഉറപ്പിച്ചു? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഉറപ്പിച്ചു. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. അവരാണ് UDF വോട്ട് ചെയ്യുന്നത്. വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തി. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പരിപൂർണമായി വെറുപ്പിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ മുനമ്പം വിഷയത്തിൽ അവിടെ പണം കൊടുത്തു വാങ്ങിയ ആ സാധു മനുഷ്യരുടെ എന്താ പറയാ സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനല്ലേ? ഇപ്പോഴും കണ്ണിൽ പൊടിയിട്ടല്ലേ? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയാൻ കാത്തിരുന്ന അതുവരെ അത് എന്താ പറയാ വേറെ രീതിയിൽ ബാലൻസ് ചെയ്ത് പറ്റിച്ചു. ആ സമുദായത്തെ പരിപൂർണമായും വെറുപ്പിച്ചു. പണം ഞങ്ങൾ തരും. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഈ വന നിയമ ഭേദഗതി പരിശോധിക്കുക. എന്തിനാണ് ഇപ്പോ കേരളത്തിലെ 130 കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഈ വന്യജീവി ആക്രമണവും അതിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കും ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് എതിരെ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. CPM ബോധ്യമുള്ള കാര്യമാണ്. അവിടെയാണ് ഈ എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഒരു പുതിയ നിയമവുമായിട്ട് ഈ LDF ഗവൺമെന്റ് വരുന്നത്. ആരുടെ ബുദ്ധിയത്? അപ്പൊ ഇനി ആരൊക്കെ ഈ ഗവൺമെന്റിനെ അനുകൂലിച്ചോ അവരെയൊക്കെ പ്രതികൂലമാക്കുന്ന തീരുമാനങ്ങൾ മാത്രമല്ല എടുക്കുന്നത്. ആ കരാറാണ് പിണറായി RSS കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒരിക്കലും ഇടതുപക്ഷത്തെ തിരിച്ച് അധികാരത്തിൽ എത്താതിരിക്കാൻ RSSന്റെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന ടാർഗറ്റുകള് ഇവിടെ എന്താ പറയാ പ്രാവർത്തികമാക്കി കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി. കോമൺ സെൻസ് ഉള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാകും എന്തിനാ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്രത്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു വനനിയമ ഭേദഗതി എന്തിനാണ് ഇപ്പോ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇത്രയും എന്താ പറയുക തിരക്ക് പിടിച്ചു കൊണ്ടുവരുന്നത്? ഒരു പബ്ലിക് ഹിയറിങ്ങിന് പോലും പോകാതെ. അപ്പൊ അത് മനസ്സിലാക്കേണ്ട സഖാക്കളാണ്. മനസ്സിലായില്ലേ? സഖാക്കൾ അത്യാവശ്യം എഴുതും വായിക്കുകയും വിവരമുള്ള ആളുകളാണല്ലോ നല്ല വലിയൊരു ശതമാനവും. പൊതുകാര്യങ്ങൾ വീക്ഷിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നു? ആരാണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ തീരുമാനങ്ങൾ, സാമൂഹ്യ വിരുദ്ധമായ തീരുമാനങ്ങൾ, സമുദായ വിരുദ്ധമായ തീരുമാനങ്ങൾ എന്താണ് അടിക്കടി ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതാരെ വെറുപ്പിക്കാനാണ്? ഈ ജനം വെറുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആരോടാ വിരോധം? ഈ ഗവൺമെന്റിനോട്, ആ ഗവൺമെന്റിനെ നയിക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയോട്. നാട്ടിൽ വെറുതെ ഇരിക്കുന്നവനെയൊക്കെ തോണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നടന്നു വരുന്നവന്റെ ചെവിക്കിട്ട് തോണ്ടിയാൽ എന്താ സ്ഥിതി? അവൻ പ്രതികരിക്കില്ലേ? ആ രീതിയിൽ ഈ മനുഷ്യരെ മുഴുവൻ, ഒരു സമൂഹത്തെ മുഴുവൻ ഈ ഗവൺമെന്റിനും ഈ പാർട്ടിക്കും എതിരാക്കുന്ന തീരുമാനം. പൂരം കലക്കി. ഇപ്പൊ എന്താ പറയുന്നത്? തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കി. നിങ്ങളത് ആലോചിച്ചു നോക്കൂ. കലക്കിയവനെതിരെ നടപടി എടുക്കാത്ത അവിടെ നിൽക്കട്ടെ. എന്താണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും അവരുടെ കുടുംബത്തിനെയും അവരുടെ ബന്ധുക്കളുടെയും ഈ പൂരം കമ്മിറ്റിയുടെയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് തിരുവമ്പാടി ദേവസ്വമാണ് ഈ പൂരം കലക്കിയത് എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്താ അതിന്റെ വികാരം? ഈ അജിത് കുമാർ അദ്ദേഹം കള്ളനാണ് എന്ന് ആദ്യം പറഞ്ഞ ഞാനല്ല. നിങ്ങൾ അന്ന് ഞാൻ കേൾപ്പിച്ച സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തില് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് IPS പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് അജിത് കുമാർ. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അന്ന് ഇവിടെ ഇരിക്കുന്ന SP കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓ ശശി, അവനിങ്ങനെ മണ്ണും മണലൊക്കെ പിടിച്ചു നടക്കും.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.